ഗുഡ് മോർണിംഗ്. എനിക്കുണ്ടല്ലോ അലാറം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം 7 മണിയാകുമ്പോഴേക്കും സൂര്യൻ വന്ന് കണ്ണിലടിച്ചോളും. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എണിക്കണല്ലോ, കാരണം ഉറങ്ങാൻ പറ്റില്ല. ഒരു മോർണിംഗ് റൂട്ടീൻ ഓഫ് മൈ വർക്കിംഗ് ഡേ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിനെ വശം നമ്മൾ പുതപ്പ് മടക്കി വെക്കണം. അമ്മേനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതെടുത്തത്. അമ്മയെ ഞാൻ പുതപ്പ് മടക്കി വെക്കാറുണ്ട്. പിന്നെ നമ്മളെ രാവിലെ ചെയ്യുന്ന മെയിൻ പരിപാടികളായ പല്ല് തേപ്പ്, ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകൽ, അതിലോട്ട് അതിനുശേഷം ലേശം സ്കിൻ കെയർ ആവാം. ലിപ് ബാമും പിന്നെ വീഡിയോ ഒക്കെ എടുക്കണല്ലേ, ഒരു പൊട്ടും കുത്താമെന്ന് ഞാൻ വിചാരിച്ചു. സത്യത്തിൽ ഞാനിത് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് മാത്രമാണ് മോയ്സ്ചറൈസറും ലിപ് ബാമും ഒക്കെ ഇടാറുള്ളൂ. പിന്നെ വീഡിയോ എടുക്കലേന്ന് വെച്ചിട്ട് കുറച്ച് രാവിലെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ വിചാരിക്കാറുണ്ട് ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ നന്നായി നോക്കണം, സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ മടിയാ. അതുകൊണ്ട് തന്നെ ചെയ്യാറില്ല. ഹലോ, ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കണം. പക്ഷെ ഫ്രൈഡേ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. കാരണം ഫ്രൈഡേസിലെ ലഞ്ച് നമ്മൾ പുറത്തുനിന്നാട്ടോ വാങ്ങി കഴിക്കാറ്, ഉണ്ടാക്കാറില്ല. വെള്ളം ആക്ച്വലി പല്ലേക്കണേ മുമ്പായിരുന്നു കുടിക്കണ്ടേ, മറന്നുപോയി. വെള്ളം കുടിച്ചില്ലെങ്കിൽ UTI വരും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് പുട്ടാണ് കേട്ടോ. പുട്ട് ഞാൻ ബേസിക്കലി പുട്ട്, ദോശ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇന്നലെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി, പെപ്പർ ചിക്കൻ. അപ്പം അതുണ്ട്. അപ്പം അതും പുട്ടും നല്ലൊരു കോഫിയുമാണ് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടിൻ്റെ എങ്ങനെയാണ് അളവ് എന്നൊക്കെ ചോദിച്ചാൽ ഏകദേശം ഒരു അളവിൽ ഞാനൊരു പൊടി ഇടും. അങ്ങനെ അളന്നിട്ടൊന്നുമല്ല ഇടാറ്. പിന്നെ കൂടുതലും കുറവോ അതനുസരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി ഇപ്പം ഞാൻ കുറച്ച് എക്സ്പേർട്ടായി. പണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഒന്നും പറഞ്ഞാൽ ഒന്നും. പാചകം പോയിട്ട് ലൈക്ക് മറ്റേ നൂഡിൽസ് മാത്രം ഉണ്ടാക്കാൻ അറിയുന്ന കൊച്ചായിട്ടാണ് എറണാകുളത്തേക്ക് വന്നത്. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കും. പുട്ട്, ദോശ, ജീവിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. കറികൾ, ചിക്കൻ കറി, മീൻകറി ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ യൂട്യൂബ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നു. ഇത് ഐസായിട്ട് ഫ്രീസറിലേ അങ്ങനെ വീട്ടിൽ നിന്ന് അരിഞ്ഞു കൊണ്ടുവരും. ചെരുകി കൊണ്ടുവരും. ഓക്കെ, ഞാൻ കുറച്ച് മെസ്സി കുട്ടിയാണ്. തുടക്കാം. ഇത് നമ്മളിങ്ങനെ ഇതാക്കി കൊണ്ടുവരുന്ന കാരണം ചെറുതായിട്ട് കാറിയും തോന്നുന്നു കേട്ടോ. കുറച്ച് നാളായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എല്ലാ വീക്കെൻഡും വീട്ടിൽ പോകണ കാരണം വീട്ടിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് അത്രയ്ക്ക് കഷ്ടപ്പാടില്ല. നമ്മൾ പറഞ്ഞു തന്നെ. അപ്പം ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരു പണി അറിയില്ലായിരുന്നു. ഒരു പണി എന്ന് പറഞ്ഞാൽ ABCD സ്റ്റൗ കത്തിക്കാൻ പോലും അറിയില്ലായിരുന്നു. അത്രയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് പിന്നെ വേറെ നിവർത്തിയില്ലല്ലോ പഠിക്കാണ്ട്. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ചുണ്ടാക്കി പഠിച്ചു. ഇതിന് എത്രയ്ക്കോ വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് നോക്കാതെ അറിയാം. കുറച്ച് നേരം ഇത് വെള്ളം ഒഴിച്ചു വെക്കും. അപ്പം അറിയാൻ പറ്റും വെള്ളം പോരായ്കയുണ്ടോ. പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഞാൻ പഠിച്ചത് അങ്ങനെയാന്ന് പറഞ്ഞതാ. പിന്നെ ഉപ്പൊക്കെ ഞാനിങ്ങനെ ഒരു ഏകദേശം ഒരു ഊഹം വെച്ചങ്ങ് ഇടും. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ മാറി. ഇപ്പൊ കുറച്ചൊക്കെ ഉണ്ടാക്കി മനസ്സിലായല്ലോ. പക്ഷെ ഈ ഒരാൾക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ പാട്. ഇതിപ്പോ എനിക്ക് മാത്രം മതി ഈ പുട്ട്. ബാക്കി എല്ലാവരും വേറെ എന്തൊക്കെയോ കഴിച്ചു പോയി. പുട്ടായൊന്ന് ഞാനിങ്ങനെ പിടിച്ചു നോക്കും. കറക്റ്റായിട്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് പുട്ടടുപ്പത്ത് വെക്കാം. ഏറ്റവും ഇഷ്ടമില്ലാത്തത് പാത്രം കഴുകല. പാത്രം കഴുകലൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കുറേ പാത്രം ഉണ്ടെങ്കിൽ പറയേ വേണ്ട, തീരെ ഇഷ്ടമല്ല. ഇതൊക്കെ ഇപ്പം തന്നെ എടുത്ത് വെച്ചില്ലെങ്കിലേ ആകെ ഒരു മെസ്സി ആവും. പുട്ടുണ്ടാക്കണ പാത്രം നമ്മുടെ നാളികേരം ചെറുതായിട്ട് കാറിയുണ്ട്. അത് കുറച്ച് നാളായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കണം. നെക്സ്റ്റ് നമുക്ക്
കാപ്പി ഉണ്ടാക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ബാക്കിയുള്ളവർക്കും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത അഭിപ്രായമൊക്കെ പറയാറുണ്ട്. എന്തായാലും എനിക്കിഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ്. ഇതിൽ തന്നെ ചൂടാക്കാം. പിന്നെ വേറെ പാത്രം എടുത്ത് അതും കഴുകണം. നമ്മൾ പാത്രങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ബർണർ ആയതുകൊണ്ട് അറ്റ് എ ടൈം നമുക്കൊരു 3 എണ്ണമൊക്കെ സെറ്റാക്കാൻ പറ്റും. അങ്ങനൊരു ഗുണമുണ്ട്. അപ്പം ഇന്നലെ ഇതിന് കുറച്ച് ഉപ്പ് കൂടുതലുണ്ടായി. ചെറുതായിട്ട് ഉപ്പ് കൂടുതലുള്ളത് കാരണം ഞാൻ വിചാരിച്ചു ലേശം പഞ്ചസാര ഇട്ട് കൊടുത്ത് നോക്കാം. കുറച്ച് പഞ്ചസാര ഇടും. അപ്പം ഉപ്പ് അല്ലെങ്കിൽ എരിവൊക്കെ കൂടുമ്പോൾ ഞാൻ കുറച്ചൊരു പഞ്ചസാര ഇട്ട് കൊടുക്കും. ഞാൻ സ്വയം കണ്ടുപിടിച്ച ഒരു ടിപ്സാണ്. എനിക്കറിയില്ല അപ്പം അങ്ങനെ വർക്കാവുമെന്ന്. എന്നാലും ഇപ്പം നമുക്ക് നോക്കാം വർക്കാവുമെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ പഞ്ചസാര ഇട്ടത് ഫ്ലോപ്പായി. ഉപ്പൊന്നും കുറഞ്ഞില്ല. എരിവ് കൂടുമ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് പഞ്ചസാര ഇടുമ്പോൾ എരിവ് കുറയാറുണ്ട്. എന്തായാലും ഉപ്പ് കുറഞ്ഞില്ല. അപ്പോൾ ഉപ്പ് കുറയാൻ എന്താ ഐഡിയ എന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ എനിക്ക്. തിളച്ച് വരുന്ന കാപ്പി ചിക്കൻ കറി. ഈ കോഫി ഉണ്ടാക്കലും കോമഡി ആട്ടോ. ഞാനൊരു ഏകദേശ അളവിലാണ് കോഫി പൗഡറും പഞ്ചസാരയും ഒക്കെ ഇടാറ്. പക്ഷെ എന്തുകൊണ്ടോ കുഴപ്പമില്ലാണ്ട് വരാറുണ്ട്. ചായ ആറ്റുന്നത് എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ട്രൈപോഡ് എൻ്റെ കിച്ചണിന്റെ ബാൽക്കണിയിൽ കൊണ്ടുവച്ചിരിക്കാം. ഐ ഡോണ്ട് നോ ഇത് കിട്ടുന്നുണ്ടോന്ന്. ഏകദേശം ഇത്ര ഇറങ്ങേണ്ടി വരും. എനിക്കിങ്ങനെ ചായപ്പീടിയിലൊക്കെ ഇങ്ങനെ ചായ ആട്ടാനാണ് ഭയങ്കര ഇഷ്ടം. സോ കിട്ടിയിട്ടുണ്ടാവണം ഈശ്വര. ചായ ആറ്റുന്നത് കിട്ടി. ഇനി നമുക്ക് ഫുഡ് കഴിച്ചു. നേരം പോയി. ഇനി ഫുഡ് കഴിക്കണം, കുളിക്കണം, റെഡി ആവണം. നല്ല പുട്ടും ചിക്കൻ കാലും നല്ല കോഫി. വെച്ചിട്ട് നല്ല രാവിലെയൊക്കെ എനിക്ക് ഇവിടെ വന്നിരുന്നു ചായ കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ഫ്ലാറ്റിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ബാൽക്കണി വ്യൂ ആട്ടോ. നല്ല രസമല്ലേ, നല്ല പീസ്ഫുൾ ആൻഡ് കാം. അപ്പം എൻ്റെ വർക്കിംഗ് ഡേയിലെ മോർണിംഗ് റൂട്ടീൻ എങ്ങനെയാണ്? ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉണ്ടാക്കാറുണ്ട്. ലഞ്ചും കൂടി എടുക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും നേരം ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തതേ നമ്മൾ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.